ഹലോ. അങ്ങനെ നമ്മൾ EVSൽ സെക്കൻഡ് ചാപ്റ്റർ എത്തിയിരിക്കുകയാണ്. സെക്കൻഡ് ചാപ്റ്ററിന്റെ പേരാണ് ഗോയിങ് ടു മേള. മേളകൾ. നിങ്ങൾ ഇതുവരെ ഏതെങ്കിലും ഒരു മേളകളിൽ പങ്കെടുത്തിട്ടുണ്ടോ? നമ്മുടെ നാട്ടില് ചില അമ്പലങ്ങളുടെ ഉത്സവത്തോടൊക്കെ അനുബന്ധിച്ച് വലിയ ഗ്രൗണ്ടുകളിൽ മേളകളൊക്കെ നടക്കാറുണ്ടല്ലേ? അവിടെ പലതരം സ്റ്റാൾസ് ഉണ്ടാവും, പലതരം ഗെയിംസും പല ഷോസും, പിന്നെ ജയന്റ് വീൽ, ഊഞ്ഞാല്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. ഇതൊന്നും സ്ഥിരമായിട്ട് അവിടെ ഉള്ളതല്ല. ഓരോ സമയവും ചെറിയൊരു പീരീഡിലേക്ക് ഒരു മേള ഒരു സ്ഥലത്ത് നടക്കും, അതിനു വേണ്ടി അവിടെ കൊണ്ടുവന്ന് ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനെ നാട്ടിലൊക്കെ ഒരു മേള വരുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? എല്ലാവരും അവിടെ ഒന്ന് പോവാനും അതിലൊക്കെ പങ്കെടുക്കാനും അവിടുത്തെ ഓരോ ആക്ടിവിറ്റീസും ചെയ്യാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. നിങ്ങളും അങ്ങനെയല്ലേ? ഈ ചാപ്റ്ററിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. Preparing for the Mela. The Mela has finally come to town. Nita and Radha are getting ready to go to the Mela. നിതയും രാധയും രണ്ട് ഗേൾസ് ആണ്. അവരുടെ ടൗണിൽ ഫൈനലി മേള വന്നു. അവർ രണ്ടുപേരും മേളയ്ക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. There is a lot of excitement. Of course, എല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കും. അപ്പോൾ നിതയും രാധയും വളരെ എക്സൈറ്റഡ് ആണ്. The Mela is a little far from home, so they need to take a bus. ഈ ഒരു മേള അവരുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയാണ്. അവർക്കൊരു ബസ്സിലൊക്കെ കയറിയിട്ട് വേണ്ടി വരും ആ മേള നടക്കുന്ന സ്ഥലത്തേക്ക് പോവാൻ വേണ്ടി. What's happening? You all seem to be very busy, asked Dadiji. ഇവരൊക്കെ ഭയങ്കര ബിസി ആയിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇവിടെ മേളയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ചെയ്യാണ്. അപ്പോൾ അവരുടെ ദാദീജി അങ്ങോട്ട് വന്നു. എന്നിട്ട് ദാദീജി ചോദിച്ചു, വാട്ട്സ് ഹാപ്പനിങ്? എന്താ ഇവിടെ നടക്കുന്നത്? നിങ്ങളെയൊക്കെ കണ്ടിട്ട് വളരെ ബിസി ആയി തോന്നുന്നുണ്ടല്ലോ. വി ആർ ഗോയിങ് ടു ദ മേള ദാദീജി. നമ്മൾ മേള കാണാൻ പോവുകയാണ്. പ്ലീസ് കം വിത്ത് us. ഞങ്ങളുടെ കൂടെ മുത്തശ്ശിയും വരൂ. റിക്വസ്റ്റഡ് നിത ആൻഡ് രാധ. അവര് മുത്തശ്ശിയെയും മേള കാണാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. മേള, ഓ യെസ്, യുവർ മദർ ആസ്ക്ഡ് മീ ടു കം അലോങ് ടു. അപ്പോ മുത്തശ്ശി പറയാ, മേള, ശരിയാണ് മേള, നിങ്ങളുടെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നോടും കൂടെ വരാൻ നിങ്ങളുടെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ വുഡ് ഹാവ് ലവ്ഡ് ടു. എനിക്ക് വരാൻ വളരെ ഇഷ്ടമായിരുന്നു. ബട്ട് യു നോ മൈ ലെഗ് ഹേർട്ട്, സെഡ് ദാദീജി. ദാദീജി പ്രായമായ ആളാണല്ലേ, അപ്പൊ അവരുടെ കാലുകളൊക്കെ വേദനിക്കും, അല്ലെങ്കിൽ വേറെ പല അസുഖങ്ങളും ഉണ്ടാവും. അപ്പൊ മുത്തശ്ശി കുട്ടികളോട് പറയാ, എനിക്കും വരാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാലോ എന്റെ കാല് വേദനിക്കും. നീതാസ് ഫാദർ ജോയിൻഡ് ദ കൺവെർസേഷൻ. ഇവര് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നിതയുടെ അച്ഛൻ വന്നു. എന്നിട്ട് അവരുടെ കൂടെ സംസാരിക്കാൻ തുടങ്ങി. എന്താ പറയുന്നത്? വി ഹാവ് എ ലോട്ട് ഓഫ് പീപ്പിൾ വിത്ത് us. നമ്മളുടെ കൂടെ കുറേ പേരുണ്ട്. അവർ നെയ്ബേഴ്സ് സ്നേഹ ആൻഡ് രോഹിത്. നമ്മുടെ നെയ്ബേഴ്സ് ആയിട്ടുള്ള സ്നേഹയും രോഹിത്തും നമ്മളുടെ കൂടെ വരുന്നുണ്ട്. ആസ് വെൽ ആസ് മോഹൻ ചാച്ച. അതുകൂടാതെ മോഹൻ ചാച്ച, പെറ്റേണൽ അങ്കിൾ. പെറ്റേണൽ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ സൈഡിലുള്ള അങ്കിളാണ്, അച്ഛൻ്റെ ബ്രദർ ആയിരിക്കാം. പെറ്റേണൽ അങ്കിൾ മോഹൻ ചാച്ച ആൻഡ് ഹിസ് ഫാമിലി. മോഹൻ ചാച്ചയും അദ്ദേഹത്തിന്റെ ഫാമിലിയും ഉണ്ട്. ഈ മോഹൻ ചാച്ച, ദേ ആർ അറൈവിംഗ് ബൈ ട്രെയിൻ ടുഡേ. അവര് ഇവിടെ തൊട്ടടുത്തല്ല താമസിക്കുന്നത്, ദൂര സ്ഥലത്താണ്. അപ്പൊ അവിടുന്ന് ട്രെയിനിൽ ഇന്ന് ഇവിടെ എത്തും. ഡോണ്ട് വറി, വി വിൽ ടേക്ക് കെയർ ഓഫ് യു. അപ്പൊ അച്ഛൻ എന്താ പറയുന്നത്? ഞങ്ങളുടെ കൂടെ എന്തായാലും വരണം. നമ്മൾ കുറച്ചു പേര് മാത്രമല്ല, കുറേ പേര് ഒരുമിച്ചാണ് മേള കാണാൻ പോകുന്നത്. നമ്മുടെ നൈബേഴ്സ് ആയിട്ടുള്ള സ്നേഹയും രോഹിത്തും, പിന്നെ അത് കൂടാതെ നമ്മുടെ മോഹൻ ചാച്ചയും എല്ലാവരും ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ എല്ലാവരും ദാദീജിയെ ടേക്ക് കെയർ ചെയ്യുന്നതാണ്. ദാദീജി സ്മൈൽഡ് ആൻഡ് ആൻസേർഡ്, ഓൾ റൈറ്റ്, ഐ വിൽ കം. ദാദീജി ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ ശരി ശരി, അപ്പൊ ഞാനും നിങ്ങളുടെ കൂടെ വരാം. ഹാവ് യു ഫിൽഡ് അപ്പ് യുവർ വാട്ടർ ബോട്ടിൽസ്? ദാദി ആദ്യം തന്നെ ചോദിക്കുന്നത് എന്താ? ഓക്കെ, മേളയ്ക്കൊക്കെ പോവാം, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ വാട്ടർ ബോട്ടിൽസ് ഒക്കെ ഫിൽ ചെയ്തോ? ഓ യെസ് ദാദീജി, our special bag is ready too, നീത replied.
നീത പറഞ്ഞു, ഓ യെസ് ദാദിജി, ഞങ്ങൾ വെള്ളമൊക്കെ എപ്പോഴേ നിറച്ചു വെച്ചു. അത് മാത്രല്ല, ഞങ്ങളുടെ സ്പെഷ്യൽ ബാഗും റെഡിയാണ്. എന്തായിരിക്കും സ്പെഷ്യൽ ബാഗ്? മേളയ്ക്കൊക്കെ എല്ലാരും കൂടി പോവല്ലേ, അപ്പൊ അവിടേക്ക് പോവാൻ വേണ്ടി എല്ലാവർക്കും കഴിക്കാനുള്ള സ്നാക്സും, പിന്നെ അത്യാവശ്യമായിട്ടുള്ള ബോട്ടിൽ, പിന്നെ എന്തെങ്കിലും മെഡിസിനോ അങ്ങനെ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളോ ഒക്കെ വെച്ചിട്ടിരിക്കുന്ന ബാഗായിരിക്കും ഈ സ്പെഷ്യൽ ബാഗ്. ദ ചിൽഡ്രൻ ജംപ്ഡ് വിത്ത് ജോയ്. കുട്ടികൾ ഭയങ്കര സന്തോഷത്തിൽ തുള്ളി ചാടിക്കൊണ്ടിരിക്കുകയാണ്. എവ്രിബഡി വാസ് വെരി ഹാപ്പി ദാറ്റ് ദാദിജി ഹാഡ് എഗ്രീഡ് ടു കം. അവർക്ക് എന്തുകൊണ്ടാ ഇപ്പൊ നല്ല സന്തോഷമായത്? അവരുടെ ദാദിജിയും അവരുടെ കൂടെ വരാന്ന് പറഞ്ഞു. നീതാസ് ഫാദർ കോൾഡ് ഔട്ട് ടു ദിയർ നെയ്ബേഴ്സ് ആസ്കിംഗ് ദം ടു ബി റെഡി ഓൺ ടൈം. നീബർ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത വീട്ടിലുള്ള ആൾക്കാരാണല്ലേ. അപ്പൊ ഈ വീട്ടിലിരുന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, വേഗം റെഡി ആവൂട്ടോ, കറക്റ്റ് ടൈമിൽ തന്നെ നമുക്ക് ഇറങ്ങണം. In the meantime, Mohan Chacha called them to say that they would meet Nita and her family directly at the Mela. ഇതേ സമയത്ത് മോഹൻ ചാച്ച ഫോൺ വിളിച്ചു പറഞ്ഞു, ഓക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ, ഞങ്ങള് ട്രെയിനിൽ ഇറങ്ങിയതിനു ശേഷം നേരെ മേള കാണുന്ന സ്ഥലത്തേക്ക് ഡയറക്ട്ലി വരാം. They would take a city bus and then an auto rickshaw to reach the Mela ground. അവർക്ക് ആദ്യം തന്നെ ഒരു ബസ്സിൽ കയറി, അതിനുശേഷം പിന്നെ ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് വേണം മേള നടക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി. Wow, there are so many of us. What fun we are going to have, exclaimed Radha. നമ്മളൊരു വലിയ ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. What fun we are going to have. കണ്ടോ, നമ്മൾ എന്ത് ഫണ്ണായിരിക്കും അവിടെ പോയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇപ്പോഴേ ഇമാജിൻ ചെയ്ത് സന്തോഷിക്കുകയാണ് രാധ. ഡിസ്കസ്. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. എന്തായിരിക്കും ഇതിന്റെ ആൻസേഴ്സ് എന്ന് നോക്കാം. What do you think was in the special bag that Nita and Radha's family carried? അവരൊരു സ്പെഷ്യൽ ബാഗിനെ പറ്റി പറഞ്ഞു അല്ലേ നേരത്തെ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, അവർ അതിൽ എന്തൊക്കെയായിരിക്കും എടുത്തിട്ടുണ്ടാവുക? The special bag might have contained essential for the Mela. മേളയ്ക്ക് വേണ്ടിയുള്ള അത്യാവശ്യ സാധനങ്ങളായിരിക്കാം, such as snacks, water bottles and first aid items. How do you prepare yourself for a trip? നിങ്ങളൊരു ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറ്? To prepare for a trip, I pack necessary items such as clothes, toiletries, snacks, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യും. പിന്നെയോ മേക്ക് ഷുവർ ടു ഹാവ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ്, ID കാർഡ്സും ടിക്കറ്റും ഒക്കെ റെഡിയാക്കി വെക്കും. പ്ലാൻ ദ റൂട്ട് ആൻഡ് ട്രാൻസ്പോർട്ട്, എങ്ങനെയാണ് അവിടേക്ക് പോകേണ്ടതെന്നും ഏത് വണ്ടിയിലാണ് പോകുന്നതെന്നും ഒക്കെ പ്ലാൻ ചെയ്യും. ചെക്ക് വെദർ കണ്ടീഷൻസ് ആൻഡ് അഡ്ജസ്റ്റ് ക്ലോത്തിങ് അക്കോർഡിംഗ്ലി. നിങ്ങൾ തണുപ്പുള്ള സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ അതിനനുസരിച്ച് സ്വെറ്റർ ഒക്കെ ക്യാരി ചെയ്യണം അല്ലേ. എൻഷുവർ ഓൾ എസെൻഷ്യൽ ആർ പാക്ഡ് ആൻഡ് റെഡി. എല്ലാ ആവശ്യമുള്ള സാധനങ്ങളും പാക്ക് ചെയ്തോന്ന് ലാസ്റ്റ് ആയിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്യണം. സാധാരണയായിട്ട് വലിയ വലിയ ട്രിപ്പൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ പേരൻസ് ആയിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങളും അവരുടെ കൂടെയൊക്കെ ഇതൊക്കെ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും അല്ലേ. ഓൺ ദ വേ ടു ദ മേള. ഇനി അവര് വീട്ടിൽ നിന്ന് ഇറങ്ങാണ്, മേളയ്ക്ക് വേണ്ടി പോവാണ്. സ്നേഹ ആൻഡ് രോഹിത് ആർ നോട്ട് ജസ്റ്റ് നീതാസ് നെയ്ബേഴ്സ്, they are close friends too. They are also getting ready to go to the മേള. നമ്മൾ പറഞ്ഞു നേരത്തെ, നീതയുടെയൊക്കെ നെയ്ബേഴ്സ് ആയിട്ടുള്ള സ്നേഹയും രോഹിത്തും മേളയ്ക്ക് വരുന്നുണ്ട്. സ്നേഹയും രോഹിത്തും നിതയുടെ ജസ്റ്റ് നെയ്ബേഴ്സ് മാത്രമല്ല, അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സും കൂടിയാണ്. ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ കൂടെ മേളയ്ക്ക് പോവാന്ന് പറഞ്ഞാൽ എന്ത് എക്സൈറ്റിംഗ് ആയിരിക്കും അല്ലേ. അങ്ങനെ എക്സൈറ്റിംഗ് ആയിട്ട് സ്നേഹയും രോഹിത്തും ഇവിടെ പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹ, ഗെറ്റ് റെഡി ക്വിക്ലി, നീതാസ് ഫാമിലി വിൽ ബി അറൈവിംഗ് സൂൺ, സെഡ് ദെയർ മദർ. അപ്പൊ അവരുടെ അമ്മ പറയാ, നീതയുടെ ഫാമിലി ഇപ്പൊ ഇവിടെ എത്തും, സ്നേഹ പെട്ടെന്ന് റെഡി ആകൂ. I'm almost ready, Ma. I'm just making sure that I have taken everything I need with me, Sneha added. സ്നേഹ പറഞ്ഞു, അമ്മ ഞാൻ ഓൾമോസ്റ്റ് റെഡിയാണ്, ഇപ്പൊ ഫൈനലായിട്ട് എല്ലാ സാധനങ്ങളും എടുത്തോ എന്നൊന്ന് ചെക്ക് ചെയ്യാണ്. It's time to leave. Nita's family is here, announced her father. സ്നേഹയുടെ ഫാദർ പുറത്തുനിന്ന് പറയാ, നോക്കൂ സമയമായി, എല്ലാവർക്കും ഇറങ്ങാൻ സമയമായി, നീതയുടെ ഫാമിലി ഇവിടെ എത്തിക്കഴിഞ്ഞു. Soon after, they all left for the Mela.
ഉടൻ തന്നെ എല്ലാരും കൂടി മേളയ്ക്ക് പോവാൻ ഇറങ്ങി. നിത held ദാദിജി's hand and led her slowly to the bus stop. ദാദിജിക്ക് കാലുവേദനയാവെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പൊ ഇവിടെ നിത കണ്ടോ, ദാദിജിയുടെ കൈയൊക്കെ പിടിച്ച് മെല്ലെ ദാദിജീനെ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. They walked carefully on the road, keeping an eye on the vehicle moving in both direction. എല്ലാരും കൂടി റോഡിൽ നടക്കുകയാണ്. അവർ പോകുന്ന വഴിക്ക് കൃത്യമായി നോക്കുന്നുണ്ട്, രണ്ട് സൈഡിലും കൂടി ഏതെങ്കിലും വെഹിക്കിൾസ് ഒക്കെ വരുന്നുണ്ടോ, എല്ലാം മേക്ക് ഷുവർ ചെയ്തിട്ടാണ് അവർ നടക്കുന്നത്. ബസ് നമ്പർ 401 slowly came to a halt. അവർ പോയി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് ബസ് നമ്പർ 401 അവിടേക്ക് സ്ലോലി വന്നു നിന്നു. The conductor and Nida's father helped Dadiji get on the bus. നിതയുടെ അച്ഛനും പിന്നെ ബസ് കണ്ടക്ടറും ദാദിജിയെ ബസ്സിലേക്ക് കയറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. There was a seat reserved for old people. ബസ്സിന്റെ ഉള്ളില് പല ആളുകൾക്ക് വേണ്ടിയും സീറ്റ് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നു അല്ലേ? വയസ്സായിട്ടുള്ള ഓൾഡർ പീപ്പിളിന് വേണ്ടിയും ബസ്സിൽ ഓരോ സീറ്റ്സും റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ദാദിജിനെ അവിടേക്ക് ഇരുത്തി. ദാദിജി സാറ്റ് കംഫർട്ടബിളി ഇൻ ഇറ്റ്. ദാദിജി അവിടെ കംഫർട്ടബിൾ ആയിട്ടിരുന്നു. എവ്രിവൺ ബോർഡഡ് ദ ബസ് ആൻഡ് സാറ്റ് ഓൾ അറൌണ്ട് ദാദിജി. അത് കൂടാതെ അവരെല്ലാരും ബസ്സിലേക്ക് കയറി ദാദിജിയുടെ ചുറ്റുമുള്ള സീറ്റുകളിലൊക്കെ ഇരുന്നു. രോഹിത്'s father insisted on buying the tickets for everyone. ടിക്കറ്റ് എടുത്തത് ആരാണ്? രോഹിത് ഫാദർ. രോഹിത് ഫാദർ പറഞ്ഞു, എല്ലാവർക്കുള്ള ടിക്കറ്റ് ഞാനാണ് എടുക്കാൻ പോകുന്നത്. എന്നിട്ട് കണ്ടക്ടറോട് പറഞ്ഞു, 5 full and 4 half tickets please. അതെന്താ കുറച്ച് ഫുള്ളും ഹാഫും? സാധാരണയായിട്ട് കുട്ടികൾക്ക് ബസ്സിൽ ഹാഫ് ടിക്കറ്റ്സ്, പകുതി പൈസയുള്ള ടിക്കറ്റ് ആണ് എടുക്കാറ്. അപ്പൊ ഇവിടെ എത്ര കുട്ടികളുണ്ട്? 4 കുട്ടികൾ. അതുകൊണ്ട് 4 ഹാഫ് ടിക്കറ്റ്സ് ആൻഡ് 5 അഡൽട്ട്സ് ഉണ്ട്. അതുകൊണ്ട് 5 full tickets. He said to the conductor. He told the children to sit on their seats and not jump around. എന്നിട്ട് കുട്ടികളോട് പറഞ്ഞു, ഈ ബസ്സിൽ കൃത്യമായി നിങ്ങളുടെ സീറ്റിൽ ഇരിക്കണം, ബസ്സിന്റെ അകത്ത് ചാടിക്കളിക്കാനൊന്നും പാടില്ല. He also asked them not to put their hands or head out of the window for their safety. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു. എന്താണത്? നിങ്ങൾ കയ്യോ തലയോ ഒന്നും ബസ്സിൽ നിന്ന് പുറത്തിടാൻ പാടില്ല, അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. കൈ പുറത്തിട്ടാ എന്താ സംഭവിക്കുക? റോഡില് ഈ ഒരൊറ്റ ബസ് മാത്രമല്ല ഉണ്ടാവുക അല്ലേ? അപ്പോൾ അവർ കൈ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ തൊട്ടടുത്തൂടെ സ്പീഡിൽ ഒരു ബസ് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ വന്ന് ഇടിച്ച് കൈക്ക് മുറിയൊക്കെ പറ്റാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ കൈ തന്നെ മുറിഞ്ഞ് ഫുള്ളായിട്ട് പോയി പോവാനും ചാൻസ് ഉണ്ട്. അത്രയും ഡേഞ്ചറസ് ആണ്. അതേപോലെ തന്നെയാണ് തലയും. എന്തെങ്കിലും റോഡിൽ മറ്റ് സാധനങ്ങൾ വരുമ്പോൾ അത് തട്ടിയിട്ട് നമുക്ക് ഹേർട്ട് ആവാണ്ടിരിക്കാനും മുറിയാണ്ടിരിക്കാനുമാണ് ഇങ്ങനത്തെ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ നമ്മൾ എടുക്കേണ്ടത്. The bus went through the city and finally reached the big ground where the Mela was being held. ബസ് എങ്ങനെ പോയി അവസാനം മേള നടക്കുന്ന ഗ്രൗണ്ടിന്റെ തൊട്ടടുത്ത് എത്തി. Discuss. What transport do you take to travel within your city, town or village? I usually take a bus, car or sometimes ride a bicycle to travel within my city. ഇനി ഇത് ദൂര സ്ഥലങ്ങളിലേക്കാണെങ്കിലോ നമ്മൾ ട്രെയിനിലായിരിക്കും പോവുക, ചിലപ്പോൾ ഫ്ലൈറ്റിലായിരിക്കും പോവുക. ഇനി അതും അല്ലെങ്കിൽ ചിലപ്പോൾ ബോട്ടിലോ അല്ലെങ്കിൽ ഷിപ്പിലോ ആയിരിക്കും പോവുക. ഇനി വേറെയും ട്രാൻസ്പോർട്ട് മോഡ്സ് ഉണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനത്തെ വാഹനങ്ങളും ഉപയോഗിച്ച് പോവാറുണ്ട്. അടുത്തത്, why should safety measures to be followed when traveling by bus, car or while riding in a bicycle? Safety measures should be followed to avoid accidents and protect everyone inside the vehicle. അപ്പോൾ സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ കൃത്യമായി ഉപയോഗിക്കുന്നത് എന്തിനാണ്? ആക്സിഡൻറ്റ്സ് ഉണ്ടാവാതിരിക്കാനും ഇനി അഥവാ ആക്സിഡന്റ് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ നമ്മളെല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് ഫോളോ ചെയ്യുന്നത്. ബൈസിക്കിളിന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇങ്ങനെയും എഴുതാം, ടു പ്രിവെന്റ് ഫാൾസ് ആൻഡ് ഇഞ്ചുറീസ് ആൻഡ് ടു സ്റ്റേ visible to other road users.
അതായത് വണ്ടി ഓടിക്കുന്ന സമയത്ത് വീണ് നമുക്ക് ഇഞ്ചുറീസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഹെൽമെറ്റ് ധരിക്കാം. അല്ലെങ്കിൽ നമ്മൾ രാത്രിയോ പുലർച്ചെയോ ഒക്കെയാണ് സൈക്കിൾ ഓടിക്കുന്നതെങ്കിൽ മറ്റുള്ളവരെ നമ്മളെ കാണില്ല അല്ലേ? കാരണം ബൈസിക്കിളിൽ ലൈറ്റ് ഇല്ല. അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള സേഫ്റ്റി എന്തെങ്കിലും വിസിബിൾ ആയിട്ടുള്ള ടേപ്പോ സ്റ്റിക്കേഴ്സോ ഒക്കെ ഒട്ടിച്ചിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ മൂവ് ചെയ്യുന്നത് മറ്റു വണ്ടികൾക്ക് കാണാൻ പറ്റും. Describe briefly any trip that you have taken with your friends, neighbors or family. ഇപ്പോൾ ഇവിടെ ഈ ചാപ്റ്ററിൽ ഇവര് മേള കാണാൻ പോയതുപോലെ നിങ്ങൾ ഏതെങ്കിലും ട്രിപ്പിന് പോയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരു ചെറിയ കുറിപ്പ് ഇവിടെ എഴുതണം. കുറച്ച് കൂടുതൽ സെന്റൻസിൽ നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. നിങ്ങൾ എവിടെയാണോ ഇതുവരെ പോയത് അതിനെ പറ്റി എഴുതുക. ഞാനിവിടെ ഒരു ചെറിയ എക്സാമ്പിൾ കാണിക്കാം. On a sunny holiday, we went to Wonderla amusement park with my family and friends. My father, mother, sister and I were there. My uncle, aunt, our friends Sonu, Reena and Abhinav also came with their parents. They are our neighbors. We packed swimwear, towels, snacks and other things we needed. We travelled by bus. We arrived at the park around 10 a.m. We were excited for a fun day. We rode thrilling roller coasters. We floated in the wave pool and played in the splash zone. We enjoyed delicious ice cream, burgers, and fries from the park's food stands. At the end of the day, we left Wonderla at 6 p.m. We got home by 7 p.m., tired but happy after a fantastic adventure. At the Mela. Finally, അവർ മേളയിലെത്തിയല്ലേ? Both the families reached the big parade ground where the Mela was being held. മേള നടന്നിരുന്നത് ഒരു ബിഗ് പരേഡ് ഗ്രൗണ്ടിലാണ്. രണ്ട് ഫാമിലീസും അവിടെ എത്തി. മോഹൻ ചാച്ച ആൻഡ് ഹിസ് ഫാമിലി ഓൾസോ ഗോട്ട് ഡൗൺ ഫ്രം ആൻ ഓട്ടോറിക്ഷ. അവർ അവിടെ എത്തിയപ്പോൾ തന്നെ മോഹൻ ചാച്ചയും ഫാമിലിയും ഓട്ടോറിക്ഷയിൽ നിന്ന് അവിടെ എത്തി. At the entrance, there was a map of the Mela ground showing various stalls and their locations. ഏതൊക്കെ സ്റ്റാൾസ് എവിടെയാണുള്ളത്, അതേപോലെ ഏതൊക്കെ കാര്യങ്ങൾ എവിടെയാണുള്ളത് എന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മാപ്പ് എൻട്രൻസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. An ambulance, police jeep and fire engine were parked next to it. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഫയർ എഞ്ചിൻ, പോലീസ് ജീപ്പ് ആൻഡ് ആംബുലൻസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. There was also a lost and found booth with volunteers. ഇത് കൂടാതെ ഇതിൻ്റെ അടുത്തൊരു ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ബൂത്ത്. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഈ മേള എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ വരുന്ന സ്ഥലമാണല്ലേ. അപ്പോൾ അവരുടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോവാനും പിന്നെ ഒരു ഗ്രൂപ്പായി വന്നിരിക്കുന്ന ആളുകളിൽ നിന്ന് ഒന്നോ രണ്ടോ പേര് മിസ്സിംഗ് ആയി പോവാനും ഒക്കെ സാധ്യതയുണ്ട്. അങ്ങനത്തെ കേസിൽ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ബൂത്തിൽ പോയിട്ട് അവരെ ഇൻഫോം ചെയ്താൽ നമ്മളുടെ കൂടെ നിന്ന് മിസ്സായിട്ടുള്ള ആൾക്കാരെയും നമ്മുടെ മിസ്സായിട്ടുള്ള സാധനങ്ങളെയും ഒക്കെ കണ്ടുപിടിക്കാൻ അവർ ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല, നമുക്ക് എവിടെന്നെങ്കിലും എന്തെങ്കിലും കളഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ബൂത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് അനൗൺസ് ചെയ്തിട്ട് അതിൻ്റെ ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യും. മോഹൻ ചാച്ച ആൻഡ് രോഹിത് hurried to get a wheelchair for ദാദിജി. മോഹൻ ചാച്ചയും രോഹിത്തും വേഗം തന്നെ ഒരു വീൽ ചെയർ കണ്ടുപിടിക്കാൻ വേണ്ടി പോയി. ദാദിജിക്ക് കാലുവേദനയല്ലേ, അപ്പൊ ദാദിജിയെ ഇവിടെയൊക്കെ വീൽ ചെയറിൽ കൊണ്ടുപോവാം. അപ്പൊ വീൽ ചെയർ സർവീസുകളും ഈ മേളയുടെ അടുത്ത് അവൈലബിൾ ആയിരിക്കും. As they entered, they saw stalls with games, toys, sweets and many interesting things. അവരുള്ളിലേക്ക് എൻ്റർ ചെയ്തപ്പോൾ തന്നെ കണ്ടില്ലേ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അവിടെ ഗെയിംസ് ഉണ്ട്, ടോയ്സ് ഉണ്ട്, സ്വീറ്റ്സ് ഉണ്ട്, മെനി ഇൻട്രസ്റ്റിംഗ് തിങ്സ് ഉണ്ട്. ദ ചിൽഡ്രൻ വെയർ ഓവർജോയ്ഡ്. കുട്ടികൾക്ക് വളരെയധികം സന്തോഷമായി. They visited the toy stall from where they bought spinning tops, puppets, firkis and dolls. അവർ ആദ്യം തന്നെ ടോയ് ഷോപ്പിലേക്കാണ് പോയത്. അവിടുന്ന് അവർ എന്തൊക്കെ കാര്യങ്ങളാണ് വാങ്ങിച്ചത്? സ്പിന്നിങ് ടോപ്സ്, പമ്പരം, പലതരം പപ്പറ്റ്സ്, പിന്നെ ഫിർക്കീസ്. ഫിർക്കീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കയ്യിൽ വെച്ചിട്ട് പേപ്പറുകൾ കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഫാൻ മാതിരി അല്ലെങ്കിൽ കറങ്ങുന്ന സാധനം ഉണ്ടാവില്ലേ, അതിനാണ് ഫിർക്കീസ് എന്ന് പറയുന്നത്. പിന്നെ ഡോൾസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അവരവിടുന്ന് വാങ്ങിച്ചു.
The children then took a ride on the merry-go-round and giant wheel. അവിടെയുള്ള മെറി-ഗോ-റൗണ്ടിലും ജയന്റ് വീലിലും ഒക്കെ കുട്ടികൾ കയറി. സ്നേഹ and Radha bought bangles and other trinkets. സ്നേഹം രാധയും ഷോപ്പിൽ നിന്ന് വളകളും പിന്നെ ചെറിയ ചെറിയ ജ്വല്ലറി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു. Let's go and see the magic show now, said Neeta. നമുക്ക് പോയിട്ട് മാജിക് ഷോ കണ്ടാലോ എന്ന് നിത പറഞ്ഞു. They also then enjoyed the magic show. എന്നിട്ട് പോയിട്ട് എല്ലാവരും മാജിക് ഷോ കണ്ട് എൻജോയ് ചെയ്തു. Mohan Chacha called out to the children, "You all have had a lot of fun. Now let's have something to eat." അപ്പോൾ മോഹൻ ചാച്ച അവിടുന്ന് ഉറക്കെ വിളിച്ചു പറയാ കുട്ടികളോടായിട്ട്, നിങ്ങൾ എല്ലാവരും കുറേ കളിച്ച് എൻജോയ് ചെയ്തില്ലേ, ഇനി വരൂ നമുക്ക് എന്തെങ്കിലും കഴിക്കാം. But before you eat, you need to wash your hands properly. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ കൈ വൃത്തിയായി കഴുകണം അല്ലേ? The children went to the water point and washed their hands. കണ്ടോ, ഹാൻഡ് വാഷ് എന്ന് എഴുതിയ സ്ഥലത്തേക്ക് പോയിട്ട് എല്ലാവരും കൈയൊക്കെ കഴുകി വൃത്തിയായിട്ട് വന്നു. They all ate golgappas, chaat, chole kulche, hot jalebis with rabri, kulfi and many other delicious things. മേളകളിലെ സ്റ്റാളിൽ പലതരം ഫുഡ് ഉണ്ടാവും അല്ലേ? അവരെന്തൊക്കെയാ കഴിച്ചത്? ഗോൾഗപ്പാസ്. ഗോൾഗപ്പാസ് അറിയില്ലേ? അത് പാനിപൂരി എന്നൊക്കെ പറയും, ഗോൾഗപ്പാസ്. പിന്നെ ചാട്ട്, നോർത്ത് ഇന്ത്യയിലൊക്കെ സ്പെഷ്യൽ ആയിട്ട് കിട്ടുന്ന ഫുഡാണ് ചാട്ട്. ചോലെ കുൽച്ചെ, ഹോട്ട് ജലേബീസ്, ജിലേബി വിത്ത് റാബ്രി, പിന്നെ കുൽഫി ആൻഡ് മെനി അതർ ഡെലീഷ്യസ്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ചു. After eating, they made sure they put all the waste in the dustbin. ഇത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ മേളകളിലൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ചും നിങ്ങളുടെ കയ്യിൽ പല പല സാധനങ്ങളും ഉണ്ടാവും. ഫുഡ് ഐറ്റംസ്, റാപ്പേഴ്സ്, ചോക്ലേറ്റ് റാപ്പേഴ്സ്, പിന്നെ വാങ്ങിച്ച ടോയ്സിൻ്റെ കവറ്, അതൊക്കെ നിങ്ങൾ അവിടെ ഇവിടെയും വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മേള കഴിയുമ്പോഴേക്കും ആ ഗ്രൗണ്ടിൽ മൊത്തം വേസ്റ്റ് നിറഞ്ഞിരിക്കും. അത് നല്ല കാര്യമാണോ? അല്ല. നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും എങ്ങനെ പോവുകയാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിലും അത് ഡസ്റ്റ്ബിന്നിൽ മാത്രമേ ഇടാവുള്ളൂ. ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേസ്റ്റ് ബിൻ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കുക. തൊട്ടടുത്തൊരു ഡസ്റ്റ്ബിൻ കാണുന്ന വരെ അത് കയ്യിൽ സൂക്ഷിച്ചതിന് ശേഷം അവിടെ കളയുക. As they were leaving the Mela, Dadiji exclaimed, "Look children, who is accompanying the police officer?" അങ്ങനെ അവര് മേളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാൻ വേണ്ടി പോവാ. അപ്പൊ ദാദിജി ആശ്ചര്യത്തോടെ പറഞ്ഞു, കുട്ടികളെ നോക്ക്, ആരാണ് ആ പോലീസ് ഓഫീസറിനെ അക്കമ്പനി ചെയ്യുന്നത്? ആരാണ്? All the children answered together, "Dadiji, it's a police dog." ദാദിജി, അതൊരു പോലീസ് നായയാണ്, ഒരു പോലീസ് ഡോഗ് ആണ്. Do you know, Kumbh Mela is the world's biggest festival. നമ്മളിപ്പോൾ ഒരു മേളയെ പറ്റി പറഞ്ഞു അല്ലേ? മേളയുടെ പ്രത്യേകത എന്താണ്? അവിടെ ഈ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി കുറേ ആളുകൾ ഒത്തുകൂടും. കുംഭമേള എന്ന് പറയുന്ന ഒരു മേളയാണ് ലോകത്തിൽ തന്നെ, വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഫെസ്റ്റിവൽ. It is the largest gathering of mankind and is held on the banks of river Ganga, Yamuna, Godavari and Shipra. ഇത് എവിടെയാണ് നടക്കുന്നത്? വേൾഡിലെ നമ്പർ 1 ആണ്. അത് നടക്കുന്നത് ഇന്ത്യയിലാണ്, നമ്മുടെ രാജ്യത്താണ്. നമ്മുടെ രാജ്യത്തുള്ള ഗംഗ, യമുന, ഗോദാവരി ആൻഡ് ക്ഷിപ്ര, ഈ 4 നദികളുടെ തീരത്തായിട്ടാണ് ഈ ഒരു ഉത്സവം നടക്കുന്നത്. It is held once every 12 years in Haridwar, Prayagraj, Nashik and Ujjain. എല്ലാ 12 വർഷം, once in 12 years, ഒരിക്കലും നടന്നു കഴിഞ്ഞാൽ പിന്നെ 12 വർഷം കഴിഞ്ഞിട്ടേ കുംഭമേള ഒന്നുകൂടി നടക്കുകയുള്ളൂ. എവിടെയാണിത്? ഹരിദ്വാർ, പ്രയാഗ്രാജ്, നാസിക് ആൻഡ് ഉജ്ജയിൻ, ഈ 4 സ്ഥലങ്ങളിലായിട്ടാണ് കുംഭമേള നടക്കുന്നത്. What is the purpose of lost and found booth? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ബൂത്തിന്റെ ആവശ്യം എന്താ? The lost and found booth is there to help people who have lost items or are searching for someone at the Mela. It ensures everyone can find what they have lost or
be reunited with their group. What is the role of police dog? Police dog in the role എന്താ? The police dog is trained to detect explosives or any suspicious items. ഒരു സ്ഥലത്ത് മേളയിൽ കുറേ ആൾക്കാർ വരുന്നതല്ലേ? ഇവിടെ എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടുള്ള ഐറ്റംസോ എന്തെങ്കിലും എക്സ്പ്ലോസീവ്സോ ഒക്കെ ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് കുറേ പേർക്ക് അപകടം പറ്റൂലേ? അപ്പൊ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പോലീസ് ഡോഗ് സ്പെഷ്യലായിട്ട് ട്രെയിൻഡ് ആയിരിക്കും. ഹെൽപ്പിംഗ് ടു കീപ് ദ മേള സേഫ് ആൻഡ് സെക്യൂർ ഫോർ എവ്രി വൺ. ഹാവ് യു എവർ ബീൻ ടു എ മേള? വാട്ട് ആർ ദ തിങ്സ് യു ലൈക്ക് ദ മോസ്റ്റ് ഇൻ ദ മേള? നിങ്ങൾ ഇതുവരെ ഒരു മേളയിൽ പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് എഴുതുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതുക. ഇനി ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒരു 1 or 2 ലൈനിലായിട്ട് എഴുതുക. Yes, I have been to a mela. What I liked most were the thrilling rides, the variety of games, and the yummy food like pakodas and ice creams. Sharing experience. Imagine yourself in the place of Nita, Radha, Sneha, and Rohit. Share with the class the interesting things you would do in the mela. ഓക്കെ, ഇപ്പൊ ഈ മേളയിൽ ആരൊക്കെയാ പോയത്? നിത, രാധ, സ്നേഹ ആൻഡ് രോഹിത് അല്ലേ? അതിന് പകരം നിങ്ങളായിരുന്നു ആ മേളയിൽ പോയിരുന്നെങ്കിലോ? നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാം. ഇത് ഇമാജിൻ ചെയ്തിട്ട് ആണ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് കേട്ടോ, നിങ്ങൾ ഒറിജിനലി പോയതല്ല. അപ്പോൾ ഇവിടെ അവിടെ മേളയിൽ എന്തൊക്കെയുണ്ട് എന്ന് ഓരോരോ ചിത്രങ്ങളിലായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2-3 സെന്റൻസസ് നോക്കാം, പക്ഷെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം. If I were at the Mela with Nita, Radha, Sneha and Rohit, I would explore the colorful stalls and try to win prizes, visit the toy stall to pick out spinning tops or a new puppet, ride the merry-go-round and the giant wheel with my friends, watch an exciting magic show and enjoy ice cream and spicy snacks, make sure not to litter the Mela area and throw away the trash in dustbins only. It would be fun day full of laughter and delicious treats. Talk to the elders in the family and find out how melas were different when they were young. നിങ്ങളുടെ ഫാമിലിയിലുള്ള വലിയ ആൾക്കാർ, അച്ഛനോ അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും അവരുടെ അടുത്തൊക്കെ ചോദിക്കുക, അവർ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു മേളാസ്, അതും ഇതുമായിട്ട് എന്തൊക്കെയാണ് ഡിഫറൻസ് ഇരിക്കുന്നത്. Why are fire engines and ambulances present in a mela? ഒരു മേളയ്ക്കടുത്ത് ആംബുലൻസും ഫയർ എഞ്ചിന്റെയും ആവശ്യം എന്താ? Fire engines and ambulances are at the mela to keep everyone safe. എങ്ങനെ? Fire engine help in the case of a fire and ambulances are there to give medical help if someone get hurt or feel sick. They make sure the mela is safe place for everyone. ഇത് കുറച്ച് ലോങ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ, നിങ്ങൾ ഇത്രയും കൂടുതലൊന്നും എഴുതണ്ട. ഫയർ എഞ്ചിൻ ഹെൽപ്പ് ഇൻ കേസ് ഓഫ് ഫയർ, ആംബുലൻസസ് ആർ ദെയർ ടു ഗിവ് മെഡിക്കൽ ഹെൽപ്പ് ഇഫ് സമ്മൺ ഗെറ്റ് ഹേർട്ട് ഓർ ഫീൽ സിക്ക്. റീഡിംഗ് എ സ്കെച്ച്. മേളയിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് അവിടെ ഒരു മാപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. മേളയിൽ എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള മാപ്പ്. അതേപോലെ വേറൊരു സ്കെച്ച് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഈ സ്കെച്ചിൽ നോക്കി ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ? നോക്കാം അല്ലേ? സ്റ്റഡി ദ സ്കെച്ച് ആൻഡ് ആൻസർ. ആൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഫൈൻഡ് ആൻഡ് സർക്കിൾ രോഹിത് ആൻഡ് സ്നേഹാസ് ഹൗസ്. ഇവിടെയാണ് രോഹിത്തിന്റെയും സ്നേഹയുടെയും ഹൗസ് ഉള്ളത്. അതിന് സർക്കിൾ ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ആൻഡ് സർക്കിൾ നീത ആൻഡ് രാധാസ് ഹൗസ് ഓൺ ദ മാപ്പ്. നേരത്തെ നമ്മൾ സ്നേഹയുടെയും രോഹിത്തിന്റെയും ഹൗസ് കണ്ടു. അവരുടെ നെയ്ബേഴ്സ് ആണ് നീത ആൻഡ് രാധ. അപ്പൊ എവിടെയാണ് അവരുടെ വീട്? ഇവിടെയാണല്ലേ? യെസ്. ഹൂസ് ഹൗസ് ഇസ് ക്ലോസർ ടു പരേഡ് ഗ്രൗണ്ട്? ക്ലോസർ എന്ന് പറഞ്ഞാൽ പരേഡ് ഗ്രൗണ്ടിന്റെ ഏറ്റവും അടുത്ത് നീതയുടെ ഹൗസ് ആണോ സ്നേഹയുടെ ഹൗസ് ആണോ? എവിടെ പരേഡ് ഗ്രൗണ്ട്? ഇതാണ് പരേഡ് ഗ്രൗണ്ട്. അപ്പൊ ഇവിടുന്ന് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ട് നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് ആരുടെ വീടാണ്? നീത ആൻഡ് രാധാസ് ഹൗസ്. അതിനുശേഷമാണ് സ്നേഹ ആൻഡ് രോഹിത്സ് ഹൗസ് വരുന്നത്. അപ്പോൾ
നീത ആൻഡ് രാധാസ് ഹൗസ് ആണ് ക്ലോസസ്റ്റ് ടു ദ പരേഡ് ഗ്രൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് യു ഹാവ് ടു ഗോ ഫ്രം ദ പോലീസ് സ്റ്റേഷൻ ടു ദ പരേഡ് ഗ്രൗണ്ട്, വിച്ച് പ്ലേസസ് വുഡ് യു പാസ് ത്രൂ? പോലീസ് സ്റ്റേഷൻ, ഇവിടെയാണ് പോലീസ് സ്റ്റേഷൻ ഉള്ളത്. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പരേഡ് ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഏതൊക്കെ വഴിയിൽ കൂടിയാണ് പാസ് ചെയ്ത് പോകുന്നത്? പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് പരേഡ് ഗ്രൗണ്ടിലേക്ക് എങ്ങനെ പോവാം? ഇവിടെ പല വഴികളുണ്ടല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെയാണോ പോകുന്നത് അതിനനുസരിച്ചായിരിക്കണം നമ്മൾ കാണുന്ന വഴികളും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പോലീസ് സ്റ്റേഷന് ഫസ്റ്റ് ഈ ഒരു വഴിയിലൂടെ പോയി പോസ്റ്റ് ഓഫീസ് കടന്ന് നേരിട്ട് പോവുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങളുടെ വഴിയിൽ പോസ്റ്റ് ഓഫീസ് മാത്രമേ വരുന്നുള്ളൂ. ഇനി അതിന് പകരം നിങ്ങൾ ഈ വഴിയിലൂടെ പോയി ബാങ്കിന്റെ അടുത്തൂടെ പോയി ചുറ്റിത്തിരിഞ്ഞ് പോസ്റ്റ് ഓഫീസിന്റെ അടുത്തൂടെ വരികയാണെങ്കിലോ, ബാങ്കും പോസ്റ്റ് ഓഫീസും ഇതിനിടയിൽ വരും. ഇനി അതല്ലാതെ ഈ വഴിയാണ് പോകുന്നതെങ്കിലോ, സ്കൂൾ വരും, പിന്നെ സ്നേഹാസ് ആൻഡ് നീതാസ് ഹൗസ് വരും. അതൊക്കെ കഴിഞ്ഞ് കറങ്ങി പരേഡ് ഗ്രൗണ്ടിലെത്തും. അപ്പോൾ നിങ്ങൾ വഴിയിൽ എന്തൊക്കെ കാണുന്നു എന്നുള്ളത് നിങ്ങൾ ഏത് വഴിയാണ് എടുക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ഏത് വഴിയാണ് പോകുന്നതെന്ന് അവിടെ മാർക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യണം. അതിനുശേഷം വേണം ആൻസർ ചെയ്യാൻ. ഓക്കെ. In the given space, sketch the route from home to school that you follow every day. നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ സ്കൂളിലേക്ക് പോകുന്ന ഒരു വഴി ഇവിടെ സ്കെച്ച് മാർക്ക് ചെയ്യുക. അത് നിങ്ങളുടെ വീടാണ്, നിങ്ങളുടെ സ്കൂളാണ്. അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് വരച്ചിട്ട് വഴി കാണുന്ന എല്ലാ കാര്യങ്ങളും മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ. ഡിസ്കസ് ഇൻ ദ ക്ലാസ്, ഹൗ ക്യാൻ വി കെയർ ഫോർ അവർ എൽഡേഴ്സ്? നമുക്ക് പ്രായമായിട്ടുള്ള ആൾക്കാരെ എങ്ങനെയൊക്കെ കെയർ ചെയ്യാം? We can care for our elders by listening to them, helping with their daily tasks, spending time with them, and showing them respect and kindness. What kind of vehicle do we see around us? നമ്മൾ ഡെയിലി നമ്മുടെ ചുറ്റും ഏതൊക്കെ തരം വാഹനങ്ങളാണ് കാണാറുള്ളത്? We see cars, buses, bikes, motorcycles, trucks and sometimes bicycles. ഇനി ഇതൊന്നും അല്ലാതെ ചിലർ ട്രെയിനും പിന്നെ എയ്റോപ്ലെയിനും അങ്ങനെ എന്ത് വെഹിക്കിളാണോ നിങ്ങൾ കാണുന്നത് അത് എഴുതാട്ടോ. ഹൗ ക്യാൻ വി എൻഷുർ സേഫ്റ്റി ഡ്യൂറിങ് ട്രാവൽ? നമ്മൾ ഒരു ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ രീതിയിൽ നമുക്ക് സേഫ്റ്റി മെഷേഴ്സ് എടുക്കാം? വി ക്യാൻ എൻഷുർ സേഫ്റ്റി ഡ്യൂറിങ് ട്രാവൽ ബൈ വിയറിംഗ് സീറ്റ് ബെൽറ്റ്സ് ഇടാം. ഫോളോയിങ് ട്രാഫിക് റൂൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് യൂസിങ് ഫോൺസ് വൈൽ ഡ്രൈവിംഗ്, നമ്മുടെ പേരൻസിനോട് പറയണം. ആൻഡ് ബീയിങ് അലേർട്ട് ആൻഡ് കെയർഫുൾ, എപ്പോഴും ശ്രദ്ധയോടെ ഇരിക്കണം. മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് ദ വേർഡ്സ്. പിക്ക് ദ സ്യൂട്ടബിൾ വേർഡ് ഫ്രം ദ ലിസ്റ്റ് ആൻഡ് മാച്ച് ഇറ്റ് വിത്ത് ദ പിക്ചർ ആൻഡ് റൈറ്റ് വേർഡ് ബിലോ ദ പിക്ചർ. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. ഓക്കെ. ഇവിടെ കുറേ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ പേര് ഇപ്പുറത്തെ നടുക്കത്തെ ഒരു സെഷനിൽ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇവിടുന്ന് ഓരോ പേരുകളും ചൂസ് ചെയ്തിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഫിൽ ചെയ്യാം. ഫസ്റ്റ് ഫയർ ഫൈറ്റർ. ഫയർ ഫൈറ്റർ എന്നുള്ള പേര് എവിടെയാ മാച്ച് ആവുക? ഫയർ എഞ്ചിൻ അവിടെ ഉണ്ടല്ലേ, അപ്പൊ ഫയർ ഫൈറ്റർ. നെക്സ്റ്റ് ഹൽവായി ഓർ കൺഫെക്ഷണർ. ബേക്കറി ഒക്കെ നടത്തുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കൺഫെക്ഷണർ എന്ന് പറഞ്ഞാൽ സ്വീറ്റ്സ് ഒക്കെ വിൽക്കുന്ന ആൾക്കാർ. എവിടെയാ? അവിടെ കുറെ സ്വീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഹൽവായി ഓർ കൺഫെക്ഷണർ. ടോയ് സെല്ലർ. എവിടെ ടോയ്സ്? ടോയ് സെല്ലർ. പപ്പറ്റീർ, പപ്പറ്റ്സ് കണ്ടോ? പപ്പറ്റീർ, പപ്പറ്റ്സ് വെക്കുന്ന സ്ഥലമാണ്. ബാംഗിൾ സെല്ലർ, ബാംഗിൾസ് എവിടെയുണ്ട്? വോളണ്ടിയർ ഓൾറെഡി ഡൺ ഫോർ യു. ലോസ്റ്റ് ആൻഡ് ഫൗണ്ടിന്റെ അവിടെ കുറെ വോളണ്ടിയേഴ്സ്. വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ജോലിക്കാരൊന്നുമല്ല, സ്വന്തം താല്പര്യത്തിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം, ഞങ്ങൾ സഹായിക്കാം എന്ന് തീരുമാനിച്ച് പോയി ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർക്കാണ് വോളണ്ടിയേഴ്സ് എന്ന് പറയുന്നത്. പോലീസ് ഓഫീസർ, പോലീസ് ജീപ്പ് ഉണ്ടല്ലേ, അതിൻ്റെ ഉള്ളിൽ പോലീസ് ഓഫീസർ ഉണ്ടാവും നമുക്ക് വിചാരിക്കാം. ഇനി മെഡിക്കൽ അറ്റൻഡന്റ്, ആംബുലൻസ് ഉണ്ട്, അവിടെ മെഡിക്കൽ അറ്റൻഡന്റും ഉണ്ടാകും നമുക്ക് കരുതാം. ഇനി മെഹന്തി ആർട്ടിസ്റ്റ്. മെഹന്തി എന്ന് പറഞ്ഞാൽ കയ്യിൽ മൈലാഞ്ചി ഇടില്ലേ, മെഹന്തി ഇടില്ലേ, മെഹന്തി ആർട്ടിസ്റ്റ് ഇവിടെ ഉണ്ടാവും. ഡ്രോ ഇൻ യുവർ നോട്ട്ബുക്ക്. ഡ്രോ ആൻഡ് ലേബൽ ഡിഫറെന്റ് വെഹിക്കിൾ ദാറ്റ് യു സീ അറൌണ്ട് യുവർ സ്കൂൾ ആൻഡ് ഹോം. നിങ്ങളുടെ വീടിന്റെ ചുറ്റും അല്ലെങ്കിൽ സ്കൂളിന്റെ ചുറ്റും കാണുന്ന ഡിഫറെന്റ് വെഹിക്കിൾസ്
അതിൻ്റെ പേരുകളും ബുക്കിൽ വരച്ച് അതിന് ലേബൽ ചെയ്യാൻ പറ്റില്ലേ? നമുക്കിവിടെ കുറച്ച് ചിത്രങ്ങൾ നോക്കാം, പക്ഷെ അത് നിങ്ങൾ വരയ്ക്കണം നിങ്ങളുടെ ബുക്കിൽ. മോട്ടോർ സൈക്കിൾ, ബസ്, വാൻ, കാർ, ബൈസൈക്കിൾ അല്ലേ? നെക്സ്റ്റ്, റോൾ പ്ലേ. ഓർഗനൈസ് എ മോക്ക് മേള. മോക്ക് മേള, മോക്ക് ഡ്രിൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഒറിജിനൽ അല്ല, നിങ്ങൾക്കൊരു ആക്ട് പോലെ, ഒരു നാടകമൊക്കെ പോലെ നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് അതേപോലെ ഒരു മേളയെ പോലെ റീക്രിയേറ്റ് ചെയ്യാം നിങ്ങളിരിക്കുന്ന സ്ഥലത്ത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ ഓർഗനൈസ് എ മോക്ക് മേള ഇൻ യുവർ ക്ലാസ് റൂം. നിങ്ങളുടെ ടീച്ചറിന്റെ സഹായത്തോടെ ക്ലാസ് റൂമിൽ ഒരു മോക്ക് മേള ഓർഗനൈസ് ചെയ്യാം. Discuss and plan the different roles, stalls and games that are part of the mela. മേളയിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ പല പല സ്റ്റോൾസും ഗെയിംസും പിന്നെ വേറെ ഓരോ റോൾസും ഒക്കെ നിങ്ങൾ ഓരോരുത്തരെ ഏറ്റെടുക്കുക. യൂസ് ലേണിംഗ് ടീച്ചിങ് മെറ്റീരിയൽസ് അവൈലബിൾ ലോക്കലി. എക്സാമ്പിൾ ടോയ്സ്, പപ്പറ്റ് പ്ലേ, മണി, മിനിയേച്ചർ ആൻഡ് ക്ലേ മോഡൽസ് ടു സെറ്റ് അപ്പ് യുവർ സ്റ്റാൾ ആൻഡ് റോൾ പ്ലേ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. നിങ്ങളുടെ കയ്യിൽ കളിക്കുന്ന പൈസയും പഠിക്കാൻ ഉപയോഗിക്കുന്ന ടോയ്സും പപ്പറ്റ്സും മിനിയേച്ചർ സ്ട്രക്ചേഴ്സും ഒക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ സ്റ്റോളുകളിൽ വെച്ചിട്ട് കുറച്ച് പേര് വാങ്ങിക്കാൻ വരുന്നവരായിട്ടും കുറച്ച് പേര് സെല് ചെയ്യാൻ വരുന്നവരായിട്ടും കുറച്ച് പേര് ഈ ഗെയിംസ് ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നവരായിട്ടും കുറച്ച് പേര് ഗെയിം കളിക്കാൻ വരുന്നവരായിട്ടും ഒക്കെ റോൾ പ്ലേ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. ഇതൊരു ലോങ് ചാപ്റ്റർ ആയിരുന്നു. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.